കുറച്ച് നാടൻ മാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നാട്ടുമാങ്ങ വെച്ചിട്ട് ഒരു മാമ്പഴ പുളിശ്ശേരി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഈ എപ്പിസോഡിൽ കാണിക്കുന്നത്. 12 നാട്ടുമാങ്ങ തൊലി കളഞ്ഞത്, ഒരു മുറിത്തേങ്ങ ചിരകിയത്, 1 ടീസ്പൂൺ കടുക്, 2 പച്ചമുളക് എന്നിവയാണ് ഞാൻ എടുത്തത്. ഒരു 7-8 പേർക്ക് കഴിക്കാനുള്ള കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് മാങ്ങ കുക്കറിൽ വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് മാങ്ങ വേവിച്ചെടുക്കാം. വെള്ളത്തിന് പകരം മോരൊഴിച്ചും മാങ്ങ വേവിക്കാറുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ശർക്കര, ആവശ്യത്തിന് ഉപ്പ് എന്നിവയിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം. ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം കുറച്ച് 6 മിനിറ്റാണ് വേവിച്ചത്. ഇനി തേങ്ങയും പച്ചമുളകും കടുകും കൂടി മോരൊഴിച്ച് അരച്ചെടുക്കാം. ഞാൻ മാങ്ങ വെള്ളമൊഴിച്ചാണ് വേവിച്ചത്, അതുകൊണ്ട് അരയ്ക്കുമ്പം മോര് ചേർത്ത് അരച്ചെടുക്കാം. മാമ്പഴ പുളിശ്ശേരി പലതരത്തിൽ ഉണ്ടാക്കാറുണ്ട്. കടുകിന് പകരം ജീരകം ഇട്ടിട്ട് അരച്ചെടുക്കാറുണ്ട്. ഇനി നമുക്ക് മാങ്ങ നന്നായി ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ഗ്ലാസ് മോരൊഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അരവ് ചേർക്കാം. അരവ് ചേർത്ത് കുറേ നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ ഓഫാക്കാവുന്നതാണ്. വറവിന് വേണ്ടി 2 ടേബിൾ സ്പൂൺ ഓയിലിലേക്ക് 1 ടീസ്പൂൺ കടുക്, കുറച്ച് കറിവേപ്പില, 2 ചുവന്ന മുളക് എന്നിവ ഇട്ട് കൊടുക്കാം. ഇനി വറവ് മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ചേർക്കാം. മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കാം. താങ്ക് യു.